വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ ആദ്യ പകുതി പൂർത്തിയാവുന്നു. നമ്മൾ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്കിന് അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഇടങ്ങളുണ്ട്. ഇവിടെ ഈ 120 വയസ്സിൽ ഒക്കെ പ്രായമുള്ള ആൾക്കാർക്ക് ചേച്ചിക്കൊക്കെ പറ്റിയതാണ്. അപ്പം ചേച്ചി ആ ഭാഗത്തേക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. 12 വയസ്സാണോ? അപ്പൊ എനിക്ക് പറ്റിയത് തന്നെയാണ് കറക്റ്റ്. അപ്പൊ മാത്രമല്ല, സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി. ആരാന്ന് ചോദിക്കും? പാകിസ്ഥാൻ. എന്താണെന്നറിയോ, ഇന്ത്യ റാവൽപിണ്ടി ആക്രമിച്ചെന്ന് സമ്മതിച്ചു തന്നിട്ടുണ്ട്. റാവൽപിണ്ടി നൂർഖാൻ വിമാനത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. പുലർച്ചെ 2:30 സൈനിക മേധാവി ഇക്കാര്യം തന്നെ അറിയിച്ചതായും ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. വിനീത VG ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പോൾ ഈ റാവൽപിണ്ടി അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പാകിസ്ഥാനിലെ. അപ്പോൾ അത് ആക്രമിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നു. അതിലെന്താണിപ്പോൾ ഷഹബാസ് ഷെരീഫ് അങ്ങനെ ഒരു ആ കാര്യം സമ്മതിക്കാനുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായും പ്രതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ റാവൽപിണ്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്നൊക്കെ മാറ്റിയേക്കും, അതിനുള്ള ആലോചനകൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. റാവൽപിണ്ടി ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2:30 തനിക്ക് കരസേനാ മേധാവിയുടെ ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. അതിൽ ആ ഫോൺ കോളിൽ പറയുന്നത് റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന വിവരം തന്നെ അറിയിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ആക്രമണം അത് തങ്ങളെ ബാധിച്ചില്ലെന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളും അത്തരത്തിലേക്കുള്ള പ്രത്യാരോപണങ്ങളും ഒക്കെ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇപ്പോൾ ഇത് അവർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്യം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള ഈ നൂർഖാൻ വ്യോമതാവളം അടക്കം ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ ഇതാ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിനീത VG ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. അപ്പോൾ ഈ നെഹ്റു പാർക്കിനകത്തേക്ക് വന്നപ്പോൾ ഇവിടെ വേടന്റെ പാട്ട് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് പേര് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളുണ്ട്, അവരൊക്കെ രാവിലെ തൊട്ട് ഊഞ്ഞാലാടുന്ന നോക്കിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വേടന്റെ പാട്ട് വെച്ചിട്ടുണ്ട്, കുതന്ത്രം. അപ്പൊ ആ പാട്ട് കേൾക്കാൻ സുഖമുണ്ട്. പറഞ്ഞിട്ട് എന്നെ എന്തിനാ നോക്കുന്നത്? കുതന്ത്രം. അപ്പോ കഴിഞ്ഞ ദിവസേ എനിക്കൊരു കൗതുകം തോന്നി. കാരണം നമ്മളിങ്ങനെ വർഷങ്ങളായി വാർത്താ ചാനലുകൾ പ്രേക്ഷകർക്ക് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണോ ശരിക്കും ഇവർക്ക് കാണാനും കേൾക്കാനും ഇഷ്ടം? അപ്പൊ ഒരുപാട് പ്രേക്ഷകർ, ഇപ്പൊ ഇന്ന് മിനിച്ചേച്ചി പറയുന്നുണ്ട് ഞാൻ പിന്നീടൊന്നും പറഞ്ഞില്ല എന്ന്. പിന്നെ അതിനുശേഷം നമുക്ക് ടോസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പലരും പറയുന്ന ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും വേണ്ട, അതായത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന വാർത്തകൾ, മനുഷ്യരെ ബാധിക്കുന്നതായിട്ടുള്ള വാർത്തകൾ മതി എന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഒരു അബ്ദുൾ മജീദ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ID നിന്നാണ് കമന്റ് വന്നത്. ഏറ്റവും ആദ്യം കമന്റ് ചെയ്തത് പുള്ളിയാണ്. പുള്ളി പാട്ടിലാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പൊ പറഞ്ഞു നിർത്തി പോടെ, ഈ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ എന്ന് അബ്ദുൾ മജീദ് പറയുന്നു. അതിനുശേഷം അബ്ദുൾ മജീദ് പറഞ്ഞു വാർത്ത പറയാൻ വന്ന വാർത്ത പറഞ്ഞിട്ട് പോകണം, അല്ല നിങ്ങളുടെ കിന്നാരം കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് അബ്ദുൾ മജീദ് പറഞ്ഞു. അപ്പൊ അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അഭിപ്രായങ്ങൾ പലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. വാർത്തയെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ചോദ്യം, അതായത് ഏത് തരത്തിലുള്ള. അപ്പൊ അവർ പറയുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വാർത്തകളാണ് ഇഷ്ടമെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനിയും പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാം. നമുക്ക് ഇനി റിപ്പോർട്ടിലേക്ക് പോകാം. അതെ, രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് വ്യവസായ മന്ത്രി P. രാജീവ് മേള ഉദ്ഘാടനം ചെയ്യും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ 276 സ്റ്റാളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 194 തീം സർവീസ് സ്റ്റാളുകളും 82 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 276-ലധികം സ്റ്റാളുകൾ, 7 മിനി തിയേറ്ററുകൾ, 57,000 ചതുരശ്ര അടിയിലൊരുക്കിയ പവലിയൻ. എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് ആരംഭിക്കുമ്പോൾ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വ്യവസായ നിയമവകുപ്പ് മന്ത്രി P. രാജീവ് വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയ്ക്ക് തുടക്കമാകും. വൈകിട്ട് 4 മണിക്കാണ് ഈ വിപണന മേളയുടെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഇത് ബഹുമാനപ്പെട്ട രാജീവ് സാറാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ. നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ആയിരിക്കും ഇതിൻ്റെ അധ്യക്ഷൻ. വിപുലമായ കാർഷിക മേള, കേരളത്തിന്റെ രുചി വൈവിധ്യങ്ങളുമായി ഭക്ഷ്യമേള, എന്റെ കേരളം ചിത്രീകരണം, വിനോദസഞ്ചാര വകുപ്പിന്റെ ടൂറിസം നേർക്കാഴ്ചകൾ, കിഫ്ബിയുടെ വികസന പ്രദർശനം,
വിപുലമായ പുസ്തകമേള. ബേസിക്കലി ഹയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റാൾസ് നാച്ചുറലി എറണാകുളം പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് ആയതുകൊണ്ടും വിവിധ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ മെട്രോ ഉൾപ്പെടെ വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും ഏകദേശം 276 സ്റ്റാൾസ് ആണ് നമ്മുടെ എക്സിബിഷനിൽ ഉണ്ടാകാൻ പോകുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഗീത സന്ധ്യകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 24 കൊച്ചി. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ മേള തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 276 സ്റ്റാൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ വന്നപ്പോഴേ ഈ പാർക്കിൽ ഒരാള് ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് കുറേ നേരമായിട്ട് അല്ലേ. നമുക്ക് ചോദിക്കാം. ഹായ്, പേരെന്താ മോളെ? അടിപൊളി പേരാണല്ലോ. എന്താ അതിന്റെ മീനിങ്? കാസ്മിയ അറിയോ? ബ്യൂട്ടിഫുൾ. ശരിയാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കാം? 7th. ഏത് സ്കൂളാ? ഇന്ത്യൻ ഹൈസ്കൂൾ. എവിടെയാണ്? മോള് ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ അതോ ഇടക്ക് എക്സർസൈസ് ഒക്കെ ചെയ്യോ? ഇടക്ക്. ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യമൊക്കെ പറയോ? ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടോ ഇവിടെ വന്നിട്ട്? ഇടക്ക് ഊഞ്ഞാലാടി നോക്കട്ടെ. വാർത്തയൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണും അല്ലേ. എന്ത് വാർത്ത കാണാനാ കുഞ്ഞിന് ഇഷ്ടം? 24 അല്ലേ? ഏത് തരത്തിലുള്ള വാർത്ത? രാഷ്ട്രീയ വാർത്തയാണോ അതോ മനുഷ്യരെ ബാധിക്കുന്ന വാർത്തയാണോ? നല്ല വാർത്ത, നല്ല സ്പോർട്സ് ആണോ, എന്റർടൈൻമെന്റ് ആണോ? പാട്ട് പാടൂല്ലേ കാസ്മിയ? നല്ലൊരു പാടി നോക്കട്ടെ. അറിയാത്ത പാട്ട് പാടാം നമുക്ക്. പക്ഷെ കാസ്മിക്ക് അറിയുന്നൊന്നുണ്ട്. ഊഞ്ഞാലാടാൻ അറിയാം. അപ്പൊ ഊഞ്ഞാലാടാം. ഊഞ്ഞാലടിക്കും. ഓക്കെ, നടക്കട്ടെ. മോക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് അത് കൊടുത്തില്ല നമ്മുടെ 24 ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. മോക്ക് എല്ലാ ദിവസവും രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയിട്ട് സ്കൂളിൽ പോവാം. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ കാസ്മിയ ഊഞ്ഞാലാടട്ടെ. വേടന്റെ പാട്ടുകൾ ഇങ്ങനെ വേടൻ പാടിക്കൊണ്ടിരിക്കട്ടെ. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. മുതലപ്പുഴയിൽ ഇന്നു മുതൽ സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമരം ശക്തമാക്കാനുള്ള ഈ തീരുമാനം. രാവിലെ 8 മണിക്ക് സമരസമിതിയുടെ അടിയന്തര യോഗവും ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷമായിരിക്കും സമരത്തെക്കുറിച്ചുള്ള തുടർ തീരുമാനം ഉണ്ടാവുക. ഇതാണ് മുതലപ്പുഴയിലെ സമരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി അടുത്ത വാർത്ത വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ തുടരുന്നുവെന്ന വാർത്തയാണ്. കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂടി ആരംഭിച്ചതോടെ മലയാളി തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ജിദ്ദ വിമാനത്താവളത്തിലും മക്കയിലും ലഭിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 വിമാനത്താവളങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ ദിവസവും ജിദ്ദയിലെത്തുന്നത്. ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന തീർത്ഥാടകർ ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കുന്ന ബസ്സുകളിലാണ് മക്കയിലേക്ക് പോകുന്നത്. ജിദ്ദയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് തീർത്ഥാടകർ മക്കയിലുള്ള താമസ സ്ഥലത്തെത്തും. മലയാളി സന്നദ്ധ പ്രവർത്തകർ ജിദ്ദ വിമാനത്താവളത്തിലും മക്കയിലും തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങളുമായി രംഗത്തുണ്ട്. നാട്ടിലും ജിദ്ദയിലുമുള്ള വിമാനത്താവളങ്ങളിൽ ലഭിക്കുന്ന മികച്ച സേവനങ്ങളിൽ നന്ദി പറഞ്ഞ തീർത്ഥാടകർ സുഗമമായി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. 2-3 വർഷമായി പരിശ്രമിക്കൽ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ഈ കൊല്ലാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഇന്നലെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നതിന് വളരെ സുഖസുന്ദരമായി നല്ല യാത്രയായിരുന്നു. പോരുന്ന സമയത്ത് യാത്രയും നമുക്ക് എല്ലാവിധ ക്യാമ്പുകളും ഒക്കെ വളരെ സന്തോഷമായിരുന്നു. എല്ലാ പ്രായത്തിലായി കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അതേപോലെ ജിദ്ദ എയർപോർട്ടിൽ വന്നുകൊണ്ട് എത്ര പെട്ടെന്നാണോ നമുക്കറിയില്ല, അത്രയധികം പെട്ടെന്ന് നമ്മളെ രേഖകളെല്ലാം ശരിയാക്കി പുറത്തിറങ്ങി. മക്കയിൽ അസീസയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ താമസം. ഹറം പള്ളിയിൽ പോയി വരാൻ സർവീസ് ഏജൻസികൾ ഒരുക്കിയ ഷട്ടിൽ സർവീസ് ഉണ്ട്. അസീസിയയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ തീർത്ഥാടകർക്കായി മെഡിക്കൽ സെന്ററുകളും ബ്രാഞ്ച് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഹജ്ജിന് ശേഷം 8 ദിവസത്തെ മദീന സന്ദർശനം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ തീർത്ഥാടകരുടെ മടക്കയാത്ര. മെയ് അവസാനം വരെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരും. പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്നുണ്ട്. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. യെസ്, അപ്പോൾ അതാണ് ഒരു ഹജ്ജ് സീസണും കൂടി തുടക്കമാവുമ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ്. അവിടെ വലിയ സ്വീകരണമാണ് മലയാളികൾക്ക് ലഭിക്കുന്നതെന്ന് അറിയുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതെ, മലപ്പുറം പുലാമന്തോൾ മസ്ജിദ് അൽ ഫതഹ് വിശ്വാസികൾക്ക് തുറന്നു നൽകി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന സൗഹൃദ സമ്മേളനത്തിൽ ഇബ്രാഹിമുൽ ഖലീലുൽ
ബുഖാരി തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. ഭിന്നതകൾ മറന്ന് യോജിക്കേണ്ട ഇടങ്ങളിൽ സുന്നികൾ യോജിക്കണമെന്ന് ബുഖാരി തങ്ങൾ പറഞ്ഞു. സൗഹൃദ സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കെ സുണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം അധ്യക്ഷനായി. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. നമ്മൾ ഇങ്ങനെ ഈ ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്കിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട മോഹൻ ചോദിക്കുകയാണ്, വെരി ഗുഡ് മോർണിംഗ് പ്രജിന ആൻഡ് ക്രിസ്റ്റിന, അപ്പോ നിങ്ങൾ എവിടെയാണെന്ന്. അപ്പോൾ അറിയില്ല, കൊച്ചിയിലാണ്. കൊച്ചി ഇവിടെ കണ്ടോ? ചേട്ടാ നമസ്കാരം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. എന്റെ പേര് കുര്യാക്കോച്ചി. ഇവിടുന്നാണ് വേടന്റെ പാട്ട് കേട്ടത് നേരത്തെ അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാട്ട് പറ്റുന്നത്. അപ്പൊ ഇതെന്താ പരിപാടി? ഇവിടെ ജിം ഉണ്ടോ? ഓപ്പൺ ജിമ്മാണോ? ഇവിടെ വന്നാല് എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാം, ആർക്ക് വേണേലും ചെയ്യാം. ആർക്കൂടെയും ചെയ്യാം. ഇവിടെ ഈ ഡംബൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഞാൻ ഒരു ക്ലബിന്റെ അംഗങ്ങളെ, ഞങ്ങളുടെ സെക്രട്ടറിയാണ്. ശരി. അപ്പൊ ഇത് എത്ര വെയിറ്റ് ഉണ്ട്? ഇത് 16 കിലോ, 17 കിലോ. പൊളി പൊളി പൊളി. ഇപ്പൊ എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? കുറച്ചാളായിട്ട് ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു. അതെ, എനിക്ക് പാടില്ലായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ചേട്ടാ. അപ്പോൾ ഹാപ്പി ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് 24-ന്റെ ഒരു കപ്പാണ്. കപ്പില് കാപ്പി കുടിച്ചുകൊണ്ട് 24 കാണണം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. 1000 യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറാൻ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. കൈമാറ്റം ഉടൻ നടത്താനും ധാരണയായിട്ടുണ്ട്. ചർച്ചകളിൽ തൃപ്തരെന്നും സമ്പൂർണ്ണ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ തുടരുമെന്നും റഷ്യൻ പ്രതിനിധി സംഘം അറിയിച്ചു. വെടിനിർത്തലിന് പകരമായി സ്വന്തം പ്രദേശത്ത് നിന്നും യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യം ഉന്നയിച്ചതാണ് വെടിനിർത്തലിന് തടസ്സമായത് എന്ന് യുക്രൈൻ പറയുന്നു. ചർച്ചയുടെ അടുത്തപടി സെലൻസ്കിയും പുടിനുമായുള്ള ചർച്ചയാകണമെന്ന് യുക്രൈൻ ആവശ്യപ്പെടുകയാണ്. യുക്രൈനിൽ വഴിത്തിരിവുണ്ടാകണമെങ്കിൽ ട്രംപിന്റെയും പുടിന്റെയും സാന്നിധ്യം സമാധാന ചർച്ചയിൽ ആവശ്യമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയും എല്ലാത്തിലും അമേരിക്ക ഇങ്ങനെ ഒരു റോൾ എടുക്കുന്നു, അല്ലെങ്കിൽ റോൾ എടുക്കുന്നതായി ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളില്ലെങ്കിൽ ലോകമില്ല. അപ്പൊ ലോക പോലീസായ അമേരിക്ക ജനമൈത്രി ലോക പോലീസ് ആകുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ സലീമാലിക്ക് ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. എതിർപ്പുകളൊന്നും കാര്യമാക്കേണ്ട, സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്കാണ് KPCC നീങ്ങുന്നത്. പുതിയ KPCC ജനറൽ സെക്രട്ടറിമാരും KPCC സെക്രട്ടറിമാരും ഉടൻ അതുപോലെ തന്നെ നിയമനത്തിൽ ഗ്രൂപ്പുകളെയും പരിഗണിക്കും. ജനറൽ സെക്രട്ടറിമാരായി തങ്ങളുടെ നോമിനിമാരെ നിയമിക്കാൻ നേതാക്കന്മാരുടെ സമ്മർദ്ദവും തുടങ്ങിയിട്ടുണ്ട്. DCCയും അടിമുടി മാറും. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നൊരു ബ്രേക്കിംഗ് വാർത്ത നമ്മുടെ സലീം പറയുന്നുണ്ട്. നമുക്കിനി നമ്മുടെ ബർത്ത്ഡേ വിഷസ് ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വിഷസ് ഉണ്ട്, നമുക്ക് അത് പറയാം അല്ലേ? അതെ, അനില ജോൺസൺ അല്ലേ? അനില ജോൺസന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ നമ്മുടെ സ്പോർട്സ് പ്രേമികൾക്കായി 1 2 3 4 5 സ്പോർട്സിലേക്ക് പോവുകയാണ്. ബേൺമൗത്ത് സൂപ്പർ താരം ഡാൻ ഹ്യൂസൺ റയൽ മാഡ്രിഡിലേക്ക്. റയലിന്റെ നീക്കം വരാനിരിക്കുന്ന ക്ലബ് ലോക്കപ്പ് ലക്ഷ്യമിട്ട്. IPL-ൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ കളിക്കില്ലെന്ന് മിച്ചൽ സ്റ്റാർക്കും ഡോണോവൻ ഫെരേരയും തീരുമാനം ഡൽഹി ക്യാപിറ്റൽസ് മാനേജ്മെന്റിനെ അറിയിച്ചു. FA കപ്പ് ഫൈനൽ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 9 നടക്കുന്ന കലാശപ്പൂരിൽ മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ നേരിടും. വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മയുടെ പേരിലുള്ള സ്റ്റാൻഡ് അനാച്ഛാദനം ചെയ്ത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ. തനിക്ക് ലഭിച്ചത് വലിയ ബഹുമതിയെന്ന് രോഹിത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ചെൽസിക്ക് ജയം. യുണൈറ്റഡിനെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കണ്ടു ഈ പാർക്കിലുള്ള ഇതൊരു റേഡിയോ ക്യൂസ്ക് 1951 പണി കഴിപ്പിച്ചതാണെന്ന് ഇവിടെ ഈ ബോർഡിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് റേഡിയോ ക്യൂസ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പേർപ്പസ് വരാൻ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊന്ന് ഒരു സ്റ്റോർ റൂം പോലെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ സുകുമാരൻ KK ചേട്ടൻ പറയുന്നു, കാപ്പി കുടിച്ചുകൊണ്ട് വാർത്ത കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാപ്പി എടുക്കാൻ നോക്കുമ്പോൾ കാപ്പിപ്പൊടിയില്ല. എന്നാൽ ചായ എടുക്കാമെന്ന് കരുതി ചായപ്പൊടിയുമില്ല. അതുകൊണ്ട് ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് 24 കാണുന്നു. ചൂടുവെള്ളം ബെസ്റ്റ് ആയിട്ടാ, ചൂടുവെള്ളം നല്ല. അത് നന്നായിട്ടുണ്ട് എന്തായാലും. അതെ. യെസ്, അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഈ സമയത്ത് എക്സസൈസിനൊക്കെ ആയിട്ട് ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ചേച്ചി നമസ്കാരം, ഗുഡ് മോർണിംഗ്.
അപ്പൊ എല്ലാ ദിവസവും ഇവിടെ വരുമോ? വന്നിരുന്നതാണ്. എക്സസൈസ് ചെയ്യാനാണോ നടക്കാനാണോ എന്താണ്? ഇത് ചെയ്യുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ടോ? ദിവസം നല്ലതായിട്ട് തോന്നുന്നുണ്ട്. മോർണിംഗ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫീലാണ്. എപ്പോഴും ഫ്രഷ് ആവും. ഇവിടെ എത്ര പേര് വരാറുണ്ട് അങ്ങനെ? ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ നടത്തം കഴിഞ്ഞോ അല്ല നിങ്ങൾ ഇനി ചെയ്യാൻ പോകണം? എല്ലാ കുട്ടികളെ കയത്ത് വന്നതുകൊണ്ട് അപ്പൊ രണ്ടുപേർക്കും കൂടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗിഫ്റ്റാണ്. 24ന്റെ കപ്പാണ്. അപ്പൊ നിങ്ങൾ ഇത് രണ്ടുപേരും എങ്ങനെയാണ് എന്ന് തീരുമാനിച്ച്, അതെ, കെയർ ആൻഡ് ഷെയർ എന്നാണല്ലോ. അപ്പൊ നമുക്ക് പ്രേക്ഷകർ അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് പോകാം. 1 2 3 4 5 അറിയിപ്പ്. വർക്കല ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ തെറപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് തസ്തികകളിൽ അപേക്ഷിക്കാം. അഭിമുഖം ഈ മാസം 21-ന്. കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അടുത്ത അധ്യയന വർഷത്തെ ബിടെക് NRI കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 30-ന്. അമ്പലപ്പുഴ സർക്കാർ കോളേജിൽ എക്കണോമിക്സ്, ഗണിതശാസ്ത്രം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അവസാന തീയതി ഈ മാസം 24-ന്. IHRDയുടെ കുണ്ടറ എക്സ്റ്റൻഷൻ സെന്ററിൽ അവധിക്കാല കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 8ാം ക്ലാസ് മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്ററിൽ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ നിയമനം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. അപ്പോ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു മണ്ണിന്റെ മണമുള്ള വാർത്തയാണ്. അപ്പൊ വർഷങ്ങളായി പുന്നലിന്റെ മണമുയരുന്ന കോഴിക്കോട് ചെറുകുളത്തൂരിൽ ഇപ്പോൾ എള്ളിന്റെ സുഗന്ധമാണ്. അതെന്താണെന്നല്ലേ? കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കിഴക്കുംപാടത്തിറക്കിയ ആദ്യ കൃഷിയിൽ തന്നെ മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നേർക്കാഴ്ച റിപ്പോർട്ടായി പ്രേക്ഷകരിലേക്ക്. ചെറുകുളത്തൂരിലെ കർഷകരായ ചെമ്പായി ബാലകൃഷ്ണൻ, ചന്ദനപ്പുറത്ത് മനോഹരൻ, മുണ്ടക്കൽ പ്രകാശൻ, തോട്ടുപുറത്ത് ജയപ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കിഴക്കുംപാടത്ത് ആദ്യമായി എള്ള് കൃഷി ചെയ്തത്. പെരുവയൽ കൃഷിഭവൻ നൽകിയ കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഹൈബ്രിഡ് എള്ള് വിത്ത് ഇനമായ തിലോത്തമയാണ് വിതച്ചത്. ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു 1.5 ഏക്കർ സ്ഥലത്തെ വിളവെടുപ്പ്. ഞങ്ങൾ ആദ്യം വത്തക്ക കൃഷി ഉണ്ടാക്കിന്, തണ്ണിമത്തൻ്റെ. ആ കൃഷി വമ്പൻ പരാജയമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കൃഷിഭവനിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് കൃഷി ഓഫീസർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് എള്ള് വിത്തുണ്ട്, നിങ്ങളത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എള്ളിലേക്ക് ഇറങ്ങുന്നത്, കൃഷി ഓഫീസറെ സപ്പോർട്ടോടുകൂടി. ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ കർഷകരും വിളവെടുപ്പിനെത്തി. കിഴക്കുംപാടത്തെ ഈ കൂട്ടായ്മ കാർഷിക മേഖലയ്ക്ക് മാതൃകയാണ്. 24 കോഴിക്കോട്. അപ്പോൾ മോർണിംഗ് വാക്ക് പൂർത്തിയാവുകയാണ്.